CPMന്റെ മലപ്പുറം ബ്രാൻഡ് അംബാസഡറായ KT ജലീൽ MLA ഒഴിവാക്കിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ തവനൂർ മണ്ഡലത്തിൽ നിന്നും KT ജലീൽ ഇനി മത്സരിക്കില്ല എന്ന് പാർട്ടി തീരുമാനമെടുത്തതായിട്ടാണ് പുറത്തുവരുന്ന വാർത്തകൾ. പകരം LDF സ്ഥാനാർത്ഥിയായി SFIയുടെ ദേശീയ പ്രസിഡന്റായ VP സാനു മത്സരിക്കുമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. തവനൂരിൽ VP സാനു മത്സരിച്ചാൽ മതിയെന്നാണ് CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത്. തവനൂരിലും പൊന്നാനിയിലും KT ജലീലിനെ പരിഗണിച്ചില്ല എന്നാണ് വിവരം ലഭിക്കുന്നത്. നമുക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്തിലടക്കം പേര് വരികയും സ്വജനപക്ഷപാതത്തിൽ മന്ത്രിപ്പണി പോകുകയുമൊക്കെ ചെയ്ത ജലീലിനെ ഇനിയും കൂടെ കൂട്ടിയാൽ പണി കിട്ടും എന്നുറപ്പിച്ചതോടെയാണ് CPM ഈ വെട്ടിനിരത്തൽ നടത്തിയിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് 2006-ൽ കുഞ്ഞാലിക്കുട്ടി എന്ന മലപ്പുറത്തിൻ്റെ നായകനെ അദ്ദേഹത്തിൻ്റെ തട്ടകമായ കുറ്റിപ്പുറം മണ്ഡലത്തിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ജലീൽ അരങ്ങേറ്റം നടത്തിയത്. അന്ന് അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന സ്ഥാനം വലിച്ചെറിഞ്ഞാണ് മുസ്ലിം ലീഗ് നേതാവിനെതിരെ മത്സരിച്ചത്. അതിനുശേഷം പിണറായി വിജയൻ്റെ പല ഏജൻ്റായും വിശ്വസ്തനായും പ്രവർത്തിച്ച് അവസാനം മതിയെന്ന് തോന്നുമ്പോൾ ജലീലിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. തവനൂർ പോയാൽ പൊന്നാനി കിട്ടുമെന്ന് ജലീലും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പൊന്നാനിയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജിൻ്റെ പേരാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ജലീൽ മത്സരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന 2 മണ്ഡലങ്ങളാണ് ഈ തവനൂരും പൊന്നാനിയും. തവനൂരിൽ UDFിലെ PT അജയമോഹൻ്റെയും രോഹിത്തിൻ്റെയും ഒക്കെ പേരുകൾ ഇപ്പോൾ നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. അവരോട് മത്സരിക്കാൻ ഒരുപക്ഷെ ജലീൽ പ്രാപ്തനല്ല എന്ന് വിചാരിച്ചിട്ടാകാം ഒഴിവാക്കിയത് എന്നും പറയുന്നുണ്ട്. അതേസമയം UDF ശക്തി കേന്ദ്രങ്ങളിൽ സ്വതന്ത്രരെ മത്സരിപ്പിക്കാനാണ് LDF നീക്കം നടത്തുന്നത്. തവനൂർ മണ്ഡലം നിലവിൽ വന്ന 2011 ശേഷം ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജലീലാണ് ഇവിടെ മത്സരിച്ചതും വിജയിച്ചതും. 2 തവണയെന്ന വ്യവസ്ഥ 2021-ൽ CPM നടപ്പിലാക്കിയപ്പോഴും ജലീലിന് ഇളവ് നൽകി സംരക്ഷിച്ചു വരികയായിരുന്നു. അന്ന് ജലീൽ വേണമായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയും MLAയും അല്ലാതാവുന്നതോടെ ജലീൽ CPMൽ നിന്നും പുറത്തു പോകും എന്നുറപ്പാണ്. കാരണം CPMുമായി യാതൊരു ബന്ധമില്ലാത്ത ആളാണ് അദ്ദേഹം. ഇപ്പോഴും സ്വതന്ത്രൻ തന്നെയാണ്. CPMന്റെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവും MLA സ്ഥാനവും പോകുന്നതോടുകൂടി ആ പാർട്ടിയുമായി വലിയ ബന്ധം പുലർത്താൻ സാധ്യതയുമില്ല. ഏതായാലും പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും അറിയാവുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗവാക്കായവർ ഇനിയൊരു ശല്യമായി വരാൻ പാടില്ല എന്നായപ്പോൾ ഒഴിവാക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് പിണറായി വിജയൻ്റെ CPMൽ കാണുന്നത് എന്ന് തന്നെ പറയാം.